അല്ല, അവിടെ വാസ്തവത്തിലേ മഴു എറിഞ്ഞു എന്നൊരു സങ്കല്പം ഇല്ല. ഇല്ല, മഴു എറിഞ്ഞിട്ട് പറയുന്നില്ല. എന്താ ഫ്രുവക്ഷേപണാത്, കയ്യിലിരുന്ന ഫ്രുവം വലിച്ചെറിഞ്ഞിട്ട് അത് എത്തിയ സ്ഥലം അദ്ദേഹം വീണ്ടും എടുത്തു എന്നാണ്. ദർപ്പാരകന്നോ അങ്ങനെ ഒരു പേരും കൊടുക്കാം. പക്ഷെ മഴു എറിഞ്ഞിട്ട് പറയുന്നില്ല. മഴു ആയുധമാണ്, അത് എപ്പോഴും കയ്യിലുണ്ട്. പക്ഷേ എന്താ ഫ്രുവം യജ്ഞത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ആ കയ്യിലിരുന്ന എന്താ ഫ്രുവക്ഷേപണാത് ഉദ്ഫീര്യ, അതുകൊണ്ടാണ് ഉയർത്തിയെടുത്തത് എന്ന് ഒരു പരാമർശമുള്ളപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ. മഴ എറിഞ്ഞിട്ടില്ല, മഴ കൈ തന്നെ ഇരിക്കട്ടെ. പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളത്തെ ഉണ്ടാക്കി, അങ്ങനെയാണ് നമ്മുടെ സങ്കല്പം പോയതാണ്. അല്ല, കേരളോൽപ്പത്തിയില് ഒരുപക്ഷെ കേരളത്തെ ധാർമ്മികമായി സംസ്കരിച്ചതാവാം ആ മഴു. ഒരു പ്രസക്തമായ കടലിൽ വീണ മഴു പിന്നെ മുങ്ങിത്തപ്പി എടുക്കുന്നതായിട്ടൊരു സീൻ പറയുന്നുമില്ലല്ലോ. ഇല്ല. സംസാരമാകുന്ന കടലിൽ ആണ്ടുപോയ ജനങ്ങളെ, അതെ, അധാർമികതയെ മുങ്ങിപ്പോയ ജനങ്ങളെ ഉയർത്തിയത് ധാർമ്മികമായി ഉയർത്തലായിരുന്നല്ലോ, ഉയർത്താനാണ്. പലപ്പോഴും ഋഷിയുടെ ഒരു ഗൗരവമായ ഇടപെടൽ നമ്മുടെ സംസ്കാരം എപ്പോഴൊക്കെ ആശയപരമായി ചിന്താപരമായി അധാർമികതയിലേക്ക് പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഋഷിയുടെ ഒരു സംരക്ഷണ വ്യഗ്രതയുള്ള ഋഷിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ സൂചകങ്ങളാണ് ഈ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ ഞാനുണ്ടാകും എന്ന് പറയുന്നത് ഒരു കരുതലിന്റെ സ്വരം കൂടിയാണ്. നമ്മൾ വേനന്റെ ഒക്കെ കഥ അതല്ലേ സൂചിപ്പിക്കുന്നത്. ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ അധാർമികമായി ഒരു ഭരണാധിപൻ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും രാജ്യത്തിന്റെ സുസ്ഥിതിക്കും വിഘാതം സൃഷ്ടിക്കുന്ന പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ വേനനെ നിഷ്കാസനം ചെയ്ത് അവിടെ ധാർമ്മിക ചക്രവർത്തിയായ പൃഥുവിനെ കൊണ്ടുവന്നത് ഋഷിയാണ്. അപ്പോൾ ഋഷിയുടെ ആർഷമായ ഇടപെടൽ, അവിടെ ഋഷി എന്ന് പറയുന്നത് ഒരു ധർമ്മ സംരക്ഷണ വ്യഗ്രതയുള്ള സമൂഹത്തിന്റെ വ്യവസ്ഥയാണെന്ന് തോന്നുന്നു. ദധീജി മഹർഷിയൊക്കെ അങ്ങനെയുള്ള പ്രതീകമല്ലേ. അതെ, ദധീജി മഹർഷി ഒരു വൃത്രാസുരനെ പോലെ സമൂഹത്തിന് മുഴുവൻ ദ്രോഹമുണ്ടാകുന്ന ഒരു വ്യക്തി സമൂഹത്തിൽ ദ്രോഹം പ്രവർത്തിച്ചപ്പോ തന്റെ പ്രജ്ഞയുടെ നട്ടെല്ലുകൊണ്ടാണ് ദധീജി മഹർഷി വജ്രായുധം കൊണ്ട് ഈ നാടിനെ രക്ഷിച്ചത്. അപ്പോൾ ഈ നാടിനെ ധാർമ്മികമായി സാംസ്കാരികമായി എപ്പോഴൊക്കെ അധപ്പതനത്തിലേക്ക് പോകുന്നോ അപ്പോഴൊക്കെ സംരക്ഷിച്ചു കൊണ്ടുവരുന്ന ഒരു ഉത്തരവാദിത്തം ആണ് ഋഷി എപ്പോഴും ഏറ്റെടുക്കുന്നത്. ലോകം നിലനിൽക്കില്ലല്ലോ, അതെ, അതുകൊണ്ടായിരിക്കും. അതുപോലെ ധർമ്മസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്നത് കൃഷ്ണൻ വീണ്ടും വന്ന് ലാൻഡ് ചെയ്യണമെന്ന് വിചാരിച്ച് നടക്കത്തില്ല. ഞാൻ കൃഷ്ണനാവണം, കൃഷ്ണൻ്റെ അംശാവതാരമാവണം. ആ ധർമ്മബോധം എന്നിലുണ്ടായിട്ട് ഞാൻ അധർമ്മത്തോട് പോരാടണം, ഇല്ലെങ്കിൽ ഞാനും അധർമ്മിയാണ്. അതുകൊണ്ട് ഞാനാണ് കൃഷ്ണന് വേണ്ടി ബിഹേവ് ചെയ്യേണ്ടത് അവസരോചിതമായിട്ട്. അമ്മയെ തല്ലുന്നേ കണ്ടാൽ അവൻ്റെ അമ്മയെ അവൻ തല്ലുകല്ലോ, അതിന് ഞാനെന്തിനാ ഇടപെടുന്നത്, പോലീസ് കേസിനൊന്നും ഞാൻ പോകത്തില്ല. അവനോട് അന്നേരം പറയണം, എടാ നീ നിൻ്റെ അമ്മയാണ് തല്ലുന്നത്, അമ്മ എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്, എൻ്റെ അമ്മയത്. അതുകൊണ്ട് അമ്മയെ തല്ലാനെ അവന് തല്ല് കൊടുക്കണം, അധർമ്മത്തോട് പോരാടണം. അവിടെ കൃഷ്ണൻ നിന്നിൽ വീണ്ടും ജനിക്കുക. സംഭവാമി യുഗേ യുഗേ, അവൻ അവതരിച്ചെന്നില്ലേ. അതെ, അതുകൊണ്ടാണ് പറയുന്നത് കൃഷ്ണനെ പറ്റി പഠിക്കുന്നത് കൃഷ്ണനാകാൻ വേണ്ടിയിട്ടാണ്, രാമനെ പറ്റി പഠിക്കുന്നത് രാമനാകാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ധർമ്മം നമ്മൾ എന്താണെന്ന് അറിഞ്ഞ് നമ്മൾ ലോകത്ത് പ്രവർത്തിക്കണം, എന്നാലേ ലോകം നിലനിൽക്കുള്ളൂ. ഒരു വലിയ ദാർശനിക തലത്തിലേക്കാണല്ലേ സർ പരശുരാമന്റെ കഥ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. രണ്ട് വ്യക്തിത്വങ്ങളെ രണ്ട് സമ്മേളനങ്ങൾ ഒന്നിച്ചു വരികയാണ്. അതെങ്ങനെ പരസ്പര പൂരകമായിട്ട് കൊണ്ടു നടക്കാമെന്ന് വാൽമീകി എന്ന് ആണ് പരശുരാമൻ കാണിച്ചത്. രണ്ടും കൂടെ എനിക്ക് എങ്ങനെ പറ്റും? ഈ അവതാരത്വവും ആർഷതയും, അതിൻ്റെ ലക്ഷ്യം ലോകസംഗ്രഹം. അപ്പൊ അങ്ങനെ പറ്റുമെന്ന് കാണിച്ച ഉത്കൃഷ്ട കഥാപാത്രം അതാണ് ചിരഞ്ജീവി ആയതാ. അങ്ങനെയുള്ളവർക്ക് എന്നും ചിരഞ്ജീവിത്വമാണ്. അത് നല്ല വ്യാസനം മെനഞ്ഞെടുത്ത് നല്ല സുന്ദരമായൊരു കഥാപാത്രം നമുക്ക് അത്ഭുതം. ഈ ഋഷിയുടെ അല്ലെങ്കിൽ ലോകസംഗ്രഹത്തിന് വേണ്ടി തപസ് ചെയ്യുന്ന നിസ്വാർത്ഥ മനസ്സുകൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇത് ആർഷഭാരതമാകുന്നത്, ശ്രേഷ്ഠ ഭാരതമാകുന്നത്. അങ്ങനെ ഒരു തലത്തിലേക്കാണ് പരശുരാമനെ നമ്മൾ ധാരാളം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കഥാപാത്രം കൂടിയാണ്. പ്രത്യേകിച്ചും ആട്ടക്കഥകളിലൂടെയൊക്കെ നമ്മൾ പരശുരാമനെ ഒരു ഗർവിൻ്റെ അഹങ്കാരത്തിൻ്റെ പ്രതീകമായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ എവിടെയൊക്കെ അധികാരം അഹന്തയിലേക്ക് നിപതിക്കുന്നുവോ, എവിടെയൊക്കെ അഹങ്കാരം അധികാരം സമൂഹത്തിനെ നാശത്തിലേക്ക് നയിക്കുന്നുവോ അവിടെ ആർഷമായ ഇടപെടലുകൾ, സൗമ്യമായ ഋഷിയുടെ പരിവർത്തന ശ്രമങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. സാറ് സൂചിപ്പിച്ചതുപോലെ പരശുരാമന്റെ മഴു അധികാര ഗർവിനെതിരെയുള്ള സർവകാല പ്രസക്തമായ ഒരു ആശയ സംഹിതയെയാണ് പ്രതിദാനം ചെയ്യുന്നത്. ആധുനികരായ കുട്ടികൾ നമ്മളോട് ചോദ്യം ചോദിക്കുന്നതാണ്, ഋഷിക്ക് ഇങ്ങനെ അഹങ്കാരവും കോപവും താപവും ഒക്കെ ആകാമോ
എന്ന് അത് കാരണം അവരുടെ സങ്കല്പത്തിൽ അങ്ങനെയാണുള്ളത്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് അവരോട് മറുപടി പറയാനുണ്ട്. കാരണം അത് എന്താണ് ഇതിഹാസങ്ങളിലുണ്ടത്. കാരണം പരശുരാമൻ കാണിച്ച ഈ കോപവും ഇത് മുഴുവൻ ഈ തൻ്റെ ചുറ്റുമുള്ള അധികാര സാമ്രാജ്യത്തിനോടുള്ള ഒരു പ്രതികരണമാണ്. അത് കുട്ടികൾക്ക് വേണം, അതില്ലാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ സംസ്കാരത്തിൽ കോപം മോശമാണെന്നൊന്നും അല്ലല്ല, പറയുന്നില്ല. ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഇതെല്ലാം ഉപയോഗിക്കണം ചെയ്യണം. പേന ഉപയോഗിച്ചിട്ട് നമ്മൾ മടക്കി വെക്കുന്നത് പോലെ ടോപ്പിട്ട് മടക്കി വെക്കും. അതുപോലെ ആവശ്യമുള്ളിടത്ത് ഉപയോഗിക്കാനും എവിടെ അത് ഉപയോഗിക്കണമെന്ന് പഠിക്കാനും പഠിച്ചിരിക്കണം എന്നാ നമ്മൾ. അത് ആവശ്യം കഴിയുമ്പോൾ ഉപസംഹരിക്കുകയും ചെയ്യും. അത് കൊണ്ടു നടക്കില്ല. നമ്മളിത് കൊണ്ടു നടക്കും ജീവിതം മുഴുവൻ. അവിടെയാണ് കുഴപ്പം. ഇത് കഴിയുമ്പോൾ കളയണം.